സത്യവിശ്വാസിയെ പ്രത്യേകിച്ചും സംബന്ധിച്ചിടത്തോളം അവന് ആവശ്യമുള്ള ഒരു കാര്യം അത് നേടിയെടുക്കാനുള്ള ഏറ്റവും വലിയ ഒന്നാമത്തെ കാരണം എന്നുള്ളത് ദുആണ്. അവനെന്തെങ്കിലും ആവശ്യം വന്നു, ആ ആവശ്യം അവന് നേടിയെടുക്കാൻ ഭൗതികമായിട്ടുള്ള കാരണങ്ങളെല്ലാം ഉണ്ടെങ്കിൽ കൂടി അവൻ ആദ്യം സ്വീകരിക്കുന്ന കാരണം എന്താണ്? ദുആ ചെയ്യലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റേ ചില ഹദീസുകളിൽ കാണാം, നിങ്ങൾക്ക് പാചകം ചെയ്യുമ്പോൾ അതിലിടാൻ ഉപ്പില്ല എങ്കിലും, ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അതിൽ ഉപ്പില്ല എങ്കിലും, ചെരുപ്പിന്റെ വാറ് പൊട്ടിയാലും നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക. എത്ര ചെറിയ കാര്യമാണെങ്കിലും നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യാൻ പഠിക്കണം. ഒരാൾ തൗഹീദ് ശക്തിപ്പെടുക അയാൾ എത്രത്തോളം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ടോ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് والصلاة والسلام على من لا نبي بعده. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, അൽ-ഇമാം അൽ-ബുഖാരി റഹിമഹുള്ളയുടെ അദബുൽ മുഫ്രദ് എന്ന ഹദീസ് ഗ്രന്ഥത്തിലെ അടുത്ത ബാബു ദഅവത്തുൽ മദ്ലൂം, മദ്ലൂമായ ആക്രമിക്കപ്പെട്ടിട്ടുള്ള ഒരാളുടെ ദുആ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസാണ്. ഇപ്പൊ കഴിഞ്ഞ ബാബുകളിൽ റിഫ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും അതുപോലെ ഒരാളുടെ സമ്പത്ത് എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് പറഞ്ഞിരുന്നത്. ഈ ബാബിൽ ആദ്യത്തെ ഹദീസ് عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ثلاث دعوات مستجابات, മൂന്ന് ദുആകൾ അത് സ്വീകരിക്കപ്പെടുന്നതാണ്, അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം ചെയ്യുന്നതാണ്. അതിൽ ഒന്നാമത്തേത് പറഞ്ഞു ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ ദുആ. വദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ ദുആ. വദഅവത്തുൽ വാലിദി അലാ വലദിഹി, തന്റെ മകന് വേണ്ടി ഒരു പിതാവിന്റെ ദുആ. ഈ മൂന്ന് പ്രാർത്ഥനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. നമുക്കറിയാം, ദുആ എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനിനെ, സത്യവിശ്വാസിയെ പ്രത്യേകിച്ചും സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ ഒരു ആശ്രയമാണ്, ഏറ്റവും വലിയൊരു കാരണമാണ്. അഥവാ അവന് ആവശ്യമുള്ള ഒരു കാര്യം അത് നേടിയെടുക്കാനുള്ള ഏറ്റവും വലിയ ഒന്നാമത്തെ കാരണം എന്നുള്ളത് ദുആണ്. അവനെന്തെങ്കിലും ആവശ്യം വന്നു, ആ ആവശ്യം അവന് നേടിയെടുക്കാൻ ഭൗതികമായിട്ടുള്ള കാരണങ്ങളെല്ലാം ഉണ്ടെങ്കിൽ കൂടി അവൻ ആദ്യം സ്വീകരിക്കുന്ന കാരണം എന്താണ്? ദുആ ചെയ്യലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റേ ചില ഹദീസുകളിൽ കാണാം, നിങ്ങൾക്ക് പാചകം ചെയ്യുമ്പോൾ അതിലിടാൻ ഉപ്പില്ല എങ്കിലും, ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അതിൽ ഉപ്പില്ല എങ്കിലും, ചെരുപ്പിന്റെ വാറ് പൊട്ടിയാലും നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക. എത്ര ചെറിയ കാര്യമാണെങ്കിലും നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യാൻ പഠിക്കണം. ഒരാൾ തൗഹീദ് ശക്തിപ്പെടുക അയാൾ എത്രത്തോളം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ടോ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പൊ ആ ദുആ സ്വീകരിക്കപ്പെടുന്ന ചില സമയങ്ങൾ, ചില സന്ദർഭങ്ങൾ, ചില സ്ഥലങ്ങൾ എല്ലാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ അറഫയിൽ വെച്ചിട്ടുള്ള ദുആ മറ്റുള്ള സ്ഥലത്തെ ദുആ പോലെയല്ല. ദുൽഹിജ്ജ 9 അറഫയിൽ വെച്ച് ദുആ ചെയ്യുക എന്നുള്ളത് മറ്റുള്ള ദുആ പോലെയല്ല. അത് പ്രത്യേകം സ്വീകരിക്കപ്പെടുന്ന ദുആ. അതുപോലെ വെള്ളിയാഴ്ച പ്രത്യേകം ഒരു സമയമുണ്ട്. അങ്ങനെയുള്ള പല സന്ദർഭങ്ങളിലും ചില ബാഹിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ, അതുപോലെ തന്നെ ഹറമിൽ വെച്ചിട്ടുള്ള ദുആ, സ്ഥലത്ത് വെച്ചിട്ടുള്ള ദുആ ഉത്തരം ചെയ്യപ്പെടുന്നതാണ്. ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ മുൽത്തസമിൽ വെച്ചിട്ടുള്ള ദുആ, അഥവാ കഅബയുടെ ഹജർ അസ്വദിന്റെയും വാദിന്റെയും ഇടയിലുള്ള പ്രദേശം, ചില ഹദീസുകൾ ആശയത്തിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അസറുകൾ വന്നിട്ടുണ്ട്. അപ്പോ അങ്ങനെയുള്ള പ്രത്യേകതയുള്ള സ്വീകരിക്കപ്പെടുന്ന 3 ദുആകൾ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ദഅവത്തുൽ മദ്ലൂം, അക്രമം ചെയ്യപ്പെട്ടിട്ടുള്ള, ദുൽമ ചെയ്യപ്പെട്ടവൻ, അവന്റെ പ്രാർത്ഥന. ആ ദുൽമ ചെയ്യപ്പെട്ടത് വാക്കുകൊണ്ടാവാം, സമ്പത്ത് കൊണ്ടാകാം, അല്ലെങ്കിൽ
ഉപദ്രവം കൊണ്ടാവാം, രക്തം ചീന്തിക്കൊണ്ടാവാം, അല്ലെങ്കിൽ അവന്റെ അഭിമാനത്തെ പിച്ച് ചീന്തിക്കൊണ്ടാകാം. ഏത് തരത്തിലാണെങ്കിലും ഒരാൾ അക്രമം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളോട് ഒരാൾ സാമ്പത്തികമായിട്ട് ദുൽമ ചെയ്തു, നമുക്ക് ദുൽമ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കാര്യം വെക്കേണ്ട സ്ഥാനത്ത് വെക്കാതിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അവകാശപ്പെട്ട ഒരു കാര്യം നമുക്ക് നൽകാതെ ഒരാൾ നമ്മെ ആക്രമിച്ചു, അല്ലെങ്കിൽ ഒരു കാരണവുമില്ലാതെ അകാരണമായിട്ട് നമ്മെ കുറിച്ച് ആരോപണങ്ങൾ പറയുന്നു. അങ്ങനെ ഏത് തരത്തിലുള്ള ദുൽമാണെങ്കിലും അവൻ പ്രാർത്ഥിച്ചാൽ ഉത്തരം ചെയ്യും. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അത് കാഫിറാണെങ്കിൽ പോലും. ഈ ദഅവത്തുൽ മദ്ലൂമിൽ എന്ത് നിബന്ധനയില്ല, ഒരാൾ മുസ്ലിം ആയിരിക്കണം എന്നുള്ള നിബന്ധന പോലും ഇല്ല. ഒരു കാഫിർ, അവൻ നേരെ ദൈവം എന്നുള്ള അവന്റെ സങ്കല്പത്തിൽ അവൻ വിളിക്കുകയാണ്, അവൻ ദുൽമ ചെയ്യപ്പെട്ടു, അവന്റെ ഹക്ക് എടുക്കപ്പെട്ടിട്ടുള്ള ദുൽമ ചെയ്യപ്പെട്ട അവസ്ഥയിലാണ് എങ്കിൽ ആ അവസ്ഥയിൽ അവൻ ചോദിച്ചാൽ, മദ്ലൂം ആയിക്കൊണ്ട് അവൻ ചോദിച്ചാൽ, മുൽത്തർ ആയിക്കൊണ്ട് അവൻ ചോദിച്ചാൽ അവൻ ഉത്തരം ചെയ്യപ്പെടുന്ന ചില പണ്ഡിതന്മാർ എത്രത്തോളം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ ഒരു ഖബറിന്റെ അടുക്കൽ പോയിട്ട് മദ്ലൂമാണ്, മുൽത്തറാണ്, അവൻ ആ ഖബറിന്റെ അടുക്കൽ പോയി ദുആ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവന്റെ ദുആക്ക് ഉത്തരം ചെയ്യപ്പെടും ചിലപ്പോൾ. അപ്പൊ അവൻ വിചാരിക്കും എന്താണ്, അവൻ തൗഹീദുള്ള ആളായിക്കൊള്ളുന്നില്ല, അവൻ വിചാരിക്കും ഈ ഖബറാളികളുടെ ബർക്കത്ത് കൊണ്ടാണ് എന്റെ ദുആക്ക് ഉത്തരം ചെയ്യപ്പെട്ടത്. പക്ഷെ അവൻ ഉത്തരം ചെയ്യപ്പെടാനുള്ള കാരണം എന്താണ്, അവൻ മദ്ലൂമായതുകൊണ്ടും അവൻ മുൽത്തർ അഥവാ അത്രയും ആവശ്യക്കാരനായിട്ടുള്ള അവസ്ഥയിൽ, ആക്രമിക്കപ്പെട്ടവനായിട്ടുള്ള അവസ്ഥയിൽ പ്രാർത്ഥിച്ചാൽ ഉത്തരം ചെയ്യപ്പെടുന്ന. ആലോചിക്കുകയും, ഒരു കാഫിറിന്റെ പ്രാർത്ഥന വരെ അതിൽ ഉൾപ്പെടുന്നു പറയുമ്പോൾ, തൗഹീദിനെ പഠിക്കുന്ന, തൗഹീദ് ജീവിതത്തിൽ പകർത്തുന്ന, അത് കാത്തു സംരക്ഷിക്കാൻ പണിയെടുക്കുന്ന, അള്ളാഹുവിന് മുമ്പിൽ സുജൂദ് ചെയ്യുന്ന, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഒരു മുഅ്മിനിനെയാണ് ഒരാൾ ദുൽമ ചെയ്തിട്ടുള്ളത് എങ്കിൽ അവന്റെ പ്രാർത്ഥനയ്ക്ക് എത്ര ശക്തി ഉണ്ടാവും? രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, നമ്മളിൽ നിന്ന് ഒരാൾക്കും ദുൽമുണ്ടാകരുത്, കാരണം അവന്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടും. അതുപോലെ തന്നെ നമ്മൾ മദ്ലൂമായി കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാനുണ്ട്, ഒരു രക്ഷയില്ല, ഒരു തരത്തിലും നമ്മുടെ ന്യായം നമുക്ക് തെളിയിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കേണ്ട ഹക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ ഉള്ള ഒരു അവസരം അള്ളാഹു അവിടെ നൽകിയിട്ടുണ്ട്. രണ്ടാമത് ഈ ഹദീസിൽ പറഞ്ഞത് ദഅവത്തുൽ മുസാഫിർ, യാത്ര ചെയ്യുന്നവന്റെ, പ്രത്യേകിച്ചും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, ഇൽമ് നേടാൻ വേണ്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഇബാദത്ത് നിർവഹിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കുടുംബത്തിന് നഫഖത്ത് ചെലവ് നോക്കാൻ വേണ്ടി, അങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി, തന്റെ സുഹൃത്തായ സഹോദരനെ, മുസ്ലിം സഹോദരനെ കാണാൻ വേണ്ടി, അങ്ങനെയുള്ള യാത്രകളൊക്കെ ആകുമ്പോൾ കൂടുതൽ സാധ്യതയുള്ള ഏത് കാര്യത്തിനാണെങ്കിലും നല്ല ഹലാലായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള യാത്ര ഉത്തരം ചെയ്യപ്പെടും. ആ യാത്രയിലുള്ള ദുആ. അപ്പൊ യാത്രക്ക് പോകുന്ന ആളുകൾ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ എന്ത് വർദ്ധിപ്പിക്കണം? ദുആ വർദ്ധിപ്പിക്കണം. മൂന്നാമത്തേത് വദഅവത്തുൽ വാലിദി അലാ വലദിഹി, മകന് മേലുള്ള പിതാവിന്റെ പ്രാർത്ഥനയാണ്, അതും സ്വീകരിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരിക്കലും ദോഷത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു പോകരുത്. ചില ഹദീസുകൾ വന്നിട്ടുണ്ട്, മക്കൾക്ക് വേണ്ടി ഒരിക്കലും എന്ത് ചെയ്യരുത്, അവർക്ക് ദോഷം എന്ന രീതിയിൽ പ്രാർത്ഥിക്കരുത്, അത് സ്വീകരിക്കപ്പെട്ടേക്കാം. അപ്പൊ മക്കള് എന്തെങ്കിലും അവരുടെ ഭാഗത്തുള്ള കുറവുകൾ കാണുമ്പോൾ, പ്രശ്നങ്ങൾ കാണുമ്പോൾ എന്താ ദുആ ചെയ്യേണ്ടത്? അവരെ നന്നാക്കണേ എന്നുള്ളതും, അതല്ലാത്ത സമയത്തും അവർക്ക് അവരുടെ ദീനിലും ദുനിയാവിലും പരലോകത്തും എല്ലാം ഖൈറായിരിക്കുന്ന അവസ്ഥയിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ ദുആ ചെയ്യണം. നേരത്തെ പറഞ്ഞ ദഅവത്തുൽ മദ്ലൂമിന്റെ വിഷയത്തിൽ ഇമാം അഹ്മദ് പിന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ ഈ വാക്ക് തന്നെ വന്നിട്ടുണ്ട്, ഇത്തഖു ദഅവത്തുൽ മദ്ലൂം വഇൻ കാന കാഫിറൻ ഫഇന്നഹു ലൈസ ദൂനഹു ഹിജാബുൻ. പറയാണ്, മദ്ലൂമിന്റെ പ്രാർത്ഥന നിങ്ങൾ സൂക്ഷിക്കണം, അവൻ കാഫിറാണെങ്കിലും അവന്റെയും ഉത്തരം ചെയ്യപ്പെടുന്നതിന്റെയും ഇടയിൽ ഒരു മറയും ഉണ്ടാവുകയില്ല എന്നുള്ളത്. ഒരാൾ കാഫിറാണ് എന്നുള്ളത് വെച്ചിട്ട് അവനോട് എന്ത് ചെയ്യാൻ പറ്റൂല? ദുൽമ ചെയ്യാൻ പറ്റില്ല. അത് മദ്ലൂമായിട്ട് അവൻ പിന്നെ ഈ ഒരു സൃഷ്ടാവ് എന്ന നിലക്കാൻ വിളിച്ചു തേടിക്കഴിഞ്ഞാൽ അത് ഉത്തരം ചെയ്യപ്പെടും. അടുത്ത ബാബു അദ്ദുൽമു ദുലുമാറ്റ്. ദുൽമ് എന്നുള്ളത്, അക്രമം ചെയ്യുക എന്നുള്ളത് ദുലുമാറ്റാണ്, ഇരുട്ടുകളാണ് എന്നുള്ളത്. عن جابر بن عبد الله رضي الله عنه قال قال رسول الله صلى الله عليه وسلم اتقوا الظلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുൽമിനെ നിങ്ങൾ സൂക്ഷിക്കണം. ദുൽമ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അർഹതപ്പെട്ടത് തടഞ്ഞു വെക്കുക, നൽകാതിരിക്കുക എന്നുള്ളത്. ഒരു സാധനം വെക്കേണ്ട സ്ഥാനത്തല്ലാതെ വെക്കുക. ഒരു കാര്യം അർഹതപ്പെട്ടത് നൽകാതിരിക്കുക, ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുക, ഇതൊക്കെ ദുൽമിന്റെ ഭാഗത്തുപെട്ടതാണ്. അതുകൊണ്ടാണ് ശിർക്ക് ഏറ്റവും വലിയ ദുൽമ എന്ന് പറയാനുള്ള കാരണം ഇബാദത്ത് ആർക്ക് മാത്രം അർഹമായിട്ടുള്ളത്? അള്ളാഹുവിന് മാത്രമാണ്. അത് വേറെ ആൾക്ക് വകവെച്ചു കൊടുത്താൽ ദുൽമാണ്. ആ ദുൽമിനെ, ഏത് തരത്തിലുള്ള ദുൽമിനെയും സൂക്ഷിക്കണം. പ്രത്യേകിച്ചും ദുൽമിനെ 3 തരത്തിലാണ്
ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളത്. ഒന്ന്, അള്ളാഹുവിനോടുള്ള ഉൽമ് ശിർക്ക്. രണ്ട്, സൃഷ്ടികളോടുള്ള ഉൽമ്, അവരെ ഹക്ക് വീട്ടാതിരിക്കുക, ഹക്ക് നൽകാതിരിക്കുക, അവരെ ഉപദ്രവിക്കുക. മൂന്ന്, സ്വന്തത്തിനോടുള്ള ഉൽമ്, പാപങ്ങൾ ചെയ്യുക എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തിട്ടുള്ള ദുൽമുകൾ, പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ ഹക്ക് നൽകാതെ അവരെ അഭിമാനിപ്പിച്ച് ചെയ്യുന്ന രീതിയിൽ അങ്ങനെയുള്ള വാക്കുകൊണ്ടോ സമ്പത്ത് കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഉണ്ടായിട്ടുള്ള ദുൽമ് അന്ത്യനാളിൽ ഇരുട്ടുകളായി വരുന്നതാണ്, ഇരുട്ടാകുന്നതാണ്. അതുപോലെ തന്നെ ഷുഹിനെ നിങ്ങൾ സൂക്ഷിക്കുക. ഷുഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുഖലിന്റെ ഉന്നതമായ ഒരു അവസ്ഥയാണ്. ബുഖൽ എന്ന് പറഞ്ഞാൽ പിശുക്ക്. പിശുക്ക് എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തം സമ്പത്ത് വേറെ ആൾക്ക് കിട്ടരുത് എന്നുള്ളതിനാണ് പിശുക്ക് എന്ന് പറയാം. ഷുഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം സമ്പത്ത് മാത്രമല്ല, വേറൊരാൾക്ക് കിട്ടരുത് എന്ന് മാത്രമല്ല, മറ്റുള്ള ആളുകളുടെ സമ്പത്ത് തനിക്ക് ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ഷുഹ് എന്ന് പറയുന്നത്. എന്നിട്ട് പറയണം, ആ ഷുഹിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഈ ഷുഹാണ്, ഈ തരത്തിലുള്ള പിശുക്കാണ് നിങ്ങളുടെ മുമ്പുള്ളവരെ നശിപ്പിച്ചത്. അത് ഏതിലേക്ക് എത്തിച്ചു? പരസ്പരം രക്തം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവർക്ക് ഹറാമായ കാര്യങ്ങൾ ഹലാലാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം പിശുക്ക്, ഈ തരത്തിലുള്ള പിശുക്ക് കയറി കഴിഞ്ഞാല് മറ്റൊരാളുടെ സമ്പത്ത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും? രക്തം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവും. അയാൾ ഉപദ്രവിക്കും, വധിക്കുക വരെ ചെയ്യും. അതുപോലെ തന്നെ ഹറാമായിട്ടുള്ള രീതിയിൽ അതിനെ നേടിയെടുക്കാൻ നോക്കും. ഹറാമായ കാര്യങ്ങളെ ഹലാലായി കാണുന്ന അവസ്ഥയുണ്ടാകും. അപ്പോൾ ഗുൽമിനോടൊപ്പം പറഞ്ഞ കാര്യമാണ്. عن ابن عمر عن النبي صلى الله عليه وسلم قال മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, الظلم ظلمات يوم القيامة. ഗുൽമ എന്നുള്ളത് ഗുൽമാറ്റാണ്, ഇരുട്ടുകളാണ് അന്ത്യനാളിൽ എന്ന് പറഞ്ഞത് കാണാം. നേരത്തെ പറഞ്ഞ അതേ ആശയം. عن أبي سعيد عن رسول الله صلى الله عليه وسلم قال أبو سعيد الخدري رضي الله عنه كان صلى الله عليه وسلم പറഞ്ഞു, إذا خلص المؤمنون من النار. മുഅ്മിനീങ്ങളെല്ലാം നരകത്തിൽ നിന്ന് ഒഴിവായി കഴിഞ്ഞാൽ, അഥവാ നാളെ വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിലും നരകത്തിലുമായി ആളുകൾ ആദ്യഘട്ടത്തിൽ വേർതിരിയും. ആദ്യഘട്ടത്തിൽ നരകത്തിലും സ്വർഗത്തിലുമായിട്ട് വേർതിരിയും. അതിൽ നരകത്തിൽ പാപങ്ങളാൽ, തൗഹീദ് ഉണ്ടായിരിക്കും, ഈമാൻ ഉണ്ടായിരിക്കും, പാപങ്ങളാൽ നരകത്തിൽ കിടക്കുന്ന ആളുകൾ ഉണ്ടാകും. അങ്ങനെ അതിൽ നിന്നെല്ലാം ശിക്ഷ അനുഭവിച്ച് മുഅ്മിനീങ്ങൾ അതിൽ നിന്നെല്ലാം ഒഴിവായി അതിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു വരുമ്പോൾ, അങ്ങനെയല്ല, മുഅ്മിനീങ്ങൾ വേറെ റിവായത്തിൽ ഒന്നുകൂടി കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അതിൽ വന്നിട്ടുള്ളത് ഇദാ ഖലസൽ മുഅ്മിനൂന മിൻ ജസ്രി ജഹന്നം. നരകത്തിന്റെ മുകളിലുള്ള പാലം ഉണ്ടല്ലോ, ആ പാലത്തിൽ നിന്ന് മുഅ്മിനീങ്ങൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഉദ്ദേശം എന്താണ്? ആ പാലത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ, നരകത്തിൽ വീഴാതെ കടന്നു കഴിഞ്ഞാൽ, ഒരു ചെറിയ പാലം പോലെ, അല്ലെങ്കിൽ ഈ സിറാത്തിന്റെ തന്നെ ഒരു അറ്റത്തായിക്കൊണ്ട് അവർ പിടിച്ചു തടയപ്പെടും. ബൈനൽ ജന്നതി വന്നാർ, സ്വർഗത്തിന്റെയും നരകത്തിന്റെയും നടുവിലായിട്ടുള്ള ഒരു അവസ്ഥയിൽ അവർ തടയപ്പെടും. സ്വർഗത്തിൽ കയറാൻ പറ്റും, പക്ഷെ അതിലെ ഇടയിൽ ഒരു തടസ്സമായിരുന്നു. അവിടെ വെച്ച് പരസ്പരം ദുൽമ ചെയ്തിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ദുൽമ ചെയ്തിട്ടുള്ള ആളുകൾ, അങ്ങനെ സംഭവിച്ചിട്ടുള്ള ആളുകൾ അത് പരസ്പരം ഖിസാസ് നടത്തും. അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടുള്ളതിന് പകരമായിട്ട് അവർക്ക് ആവശ്യമായിട്ട് ശിക്ഷയാവട്ടെ, കാര്യങ്ങളാവട്ടെ, അവിടെ വെച്ച് തീരുമാനമാക്കും, തീർപ്പാക്കും. അങ്ങനെ ആ ആളുകൾ ശുദ്ധീകരിച്ച് ഏറ്റവും നല്ല അവസ്ഥയിലായി കഴിഞ്ഞാൽ അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള അനുവാദം നൽകപ്പെടും. അങ്ങനെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. പറയാണ്, അല്ലാഹുവാണ്, മുഹമ്മദിന്റെ നഫ്സ് ആരുടെ കയ്യിലാണോ അവനാണേ സത്യം. നിങ്ങൾക്ക് ദുനിയാവിൽ നിങ്ങളുടെ വീട് എങ്ങനെയാണോ അറിയുന്നത്, അതിനേക്കാൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്വർഗത്തിലെ നിങ്ങളുടെ സ്ഥാനം അറിയാൻ സാധിക്കും. അതായത് സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിപ്പോ എങ്ങടാ പോകേണ്ടത്, ഞാൻ എവിടെ എത്തേണ്ടത്, ഞാൻ എവിടെ ചെല്ലേണ്ടത്, ഇവിടെ കുറെ കൊട്ടാരങ്ങൾ ഉണ്ടല്ലോ, ഇവിടെ കുറെ കൂടാരങ്ങൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ താമസിക്കാൻ സൗകര്യം ഉണ്ടല്ലോ, അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാവോ? ഇല്ല. നമുക്ക് നമ്മുടെ സ്വന്തം വീട് എങ്ങനെയാണോ ദുനിയാവിൽ നമുക്ക് അറിയുന്നത്, അതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ നന്നായിട്ട് നമുക്ക് എന്ത് മനസ്സിലാവും? സ്വർഗത്തിലെത്തിയാൽ ഇതാണ് എന്റെ ഭവനം, ഇതാണ് എന്റെ ഇണകൾ, ഇതാണ് എനിക്ക് എന്റെ സൗകര്യങ്ങൾ എന്ന നിലയ്ക്ക് കൃത്യമായി അവൻ അറിയാൻ സാധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്.
അടുത്ത ഹദീസ് അൻ അബി അദ്ദുഹാ ഖാല അബൂ ദുഹാ എന്നുള്ള താബിഈ പറയുകയാണ് ഇജ്തമഅ മസ്റൂഖുൻ വശുതൈർ ഇബ്നു ശക്ൽ ഫിൽ മസ്ജിദ്. താബിഈകളിൽപ്പെട്ട ശ്രേഷ്ഠരായിട്ടുള്ള രണ്ട് വ്യക്തികളാണ് മസ്റൂഖ് എന്ന പേരിൽ അറിയപ്പെടുന്ന മസ്റൂഖ് ഇബ്നുൽ അജ്ദഅ ഇബ്നു മാലിക് എന്ന വ്യക്തി. മസ്റൂഖ് എന്ന് പറഞ്ഞാൽ കട്ടെടുക്കപ്പെട്ടത് എന്നാണ് അർത്ഥം. ആ പേര് വരാനുള്ള കാരണം പറയുന്നത് അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ ആരോ കട്ടെടുത്ത് കൊണ്ടുപോവുകയും പിന്നെ തിരിച്ചു കിട്ടുകയും ഉണ്ടായതാണ്. അതിന്റെ പേരിൽ മസ്റൂഖ് എന്ന് പറയപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ പേര്. അതുപോലെ ശുതൈർ ഇബ്നു ശക്ൽ ഫിൽ മസ്ജിദ്, ശുതൈർ ഇബ്നു ശക്ൽ എന്നുള്ളതും താബിഈകളിൽപ്പെട്ട അറിയപ്പെട്ടിട്ടുള്ള പണ്ഡിതനാണ്. അദ്ദേഹം അറിയപ്പെടുന്നത് അബൂ ഈസ അൽ കൂഫി എന്ന പേരിൽ അറിയപ്പെടുന്ന താബിഈയാണ്. ഈ രണ്ടുപേര് അത് പറയാണ്, അവർ രണ്ടുപേരും കൂടി ഒരു മസ്ജിദിലേക്ക് ചെന്നു. ഫിൽ മസ്ജിദ്, അവരുടെ നാട്ടിലാണെങ്കിൽ മറ്റൊരു മസ്ജിദിലേക്ക് ചെന്നു. അപ്പൊ ആ മസ്ജിദിൽ ഒരുപാട് ഹൽക്കകളായിട്ട് ആളുകൾ ഇരിക്കുന്നുണ്ട്. ഹൽക്ക എന്ന് പറഞ്ഞാൽ കൂട്ടമായിട്ട് ആളുകൾ ഇരിക്കുന്നുണ്ട്. ഖുർആൻ പഠിക്കാനോ അല്ലെങ്കിൽ ദീന് പഠിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിനായിട്ട് മസ്ജിദിൽ വേറെ വേറെ പ്രദേശത്ത് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇവരെ കണ്ടപ്പോ അവരെല്ലാവരും ആ ഭാഗത്തുനിന്ന് അവരെ ഹൽക്കൊക്കെ മുറിച്ചിട്ട് എങ്ങോട്ട് വന്നു, ഇവരുടെ അടുക്കിലേക്ക് വന്നു. കാരണം താബിഈങ്ങളിൽ അറിയപ്പെട്ട ശ്രേഷ്ഠരായിട്ടുള്ള ആബിദീങ്ങളായിട്ടുള്ള ആലിമീങ്ങളായിട്ടുള്ള ആളുകളാണ് ആര്? ഇവർ. അപ്പോ മറ്റുള്ളവർ തമ്മിൽ താബിഈങ്ങൾ ഉണ്ടാകും. അപ്പൊ അങ്ങനെ വന്നപ്പോ ഇവരെ കണ്ടപ്പോ ഇവരുടെ അടുത്തേക്ക് വന്നു. അപ്പൊ ഇവർ വരുന്ന കണ്ടപ്പോ, ആളുകളൊക്കെ വരുന്ന കണ്ടപ്പോ ഫഖാല മസ്റൂഖ് ഒപ്പമുള്ള ശുതൈർ ഇബ്നു ശക്ലിനോട് പറഞ്ഞു റഹിമഹുമുല്ലാഹ്, ലാ അറാ ഹഉലായി യജ്തമിഊന ഇലൈനാ, ഞാൻ മനസ്സിലാക്കുന്നത് ഇവരെല്ലാവരും നമ്മളിലേക്ക് ഒരുമിച്ച് കൂടുന്നത് എന്തിനാണ്? ഇല്ലാ ലിയസ്തമിഉ മിന്നാ ഖൈറൻ, നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഖൈറായിട്ടുള്ളത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അത് സ്വാഭാവികമാണ്. അതായത് ഇൽമുള്ള ആളുകൾ വരുമ്പോ, ഇൽമുള്ള ആളുകളെ കാണുമ്പോൾ നമ്മൾ എന്താ ആഗ്രഹിക്കുക? അവരിൽ നിന്ന് ഖൈറായിട്ടുള്ള ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കണം. അപ്പോ താബിഈങ്ങളായിട്ടുള്ള സ്വഹാബികളെ ശിഷ്യന്മാരായിട്ടുള്ള ആലിമീങ്ങളായിട്ടുള്ളവരെ കണ്ടപ്പോൾ ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ അവർ പരസ്പരം അവർ രണ്ടുപേരും പറയാണ്, ഇവര് നമ്മുടെ അടുക്കിലേക്ക് വരുന്ന എന്താണ്? ഒരു ഖൈർ ആഗ്രഹിച്ചുകൊണ്ടാണ്. فإما أن تحدث عن عبد الله فأصدقك أنا, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നീ അബ്ദുള്ളയിൽ നിന്ന് ഉദ്ധരിച്ച് എന്തെങ്കിലും പറയുകയും ഞാൻ സത്യപ്പെടുത്തുകയാണോ വേണ്ടത്? وإما أن يحدث عن عبد الله فتصدقني, അതോ ഞാൻ അബ്ദുള്ളയിൽ നിന്ന് എന്തെങ്കിലും ഉദ്ധരിച്ചിട്ട് നീ സത്യപ്പെടുത്തുകയാണോ വേണ്ടത്? അങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇവിടെ അബ്ദുള്ള ഉദ്ദേശിക്കുന്നത് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു ശിഷ്യന്മാരായിരുന്നു ഇവർ രണ്ടുപേരും. അപ്പോ ആ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്തെങ്കിലും ഉപകാരപ്രദമായിട്ടുള്ള ഖൈറായിട്ടുള്ള ഇൽമ് മസ്റൂഖ് ഒപ്പമുള്ള ശുതൈറിനോട് പറയാണ്, നീ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഞാൻ സത്യപ്പെടുത്തുകയാണോ വേണ്ടത്, അതോ ഞാൻ പറഞ്ഞുകൊണ്ട് നീ സത്യപ്പെടുത്തുകയാണോ വേണ്ടത്? കാരണം ഇവർ എന്തെങ്കിലും കേൾക്കാനാണ് വരുന്നത് എന്ന് പറഞ്ഞു. ഫഖാല, അപ്പോ ശുതൈർ ഇബ്നു ശക്ൽ പറഞ്ഞു, ഹദ്ദിസ് യാ അബൂ ആയിഷ, മസ്റൂഖിന്റെ കുനിയത്താണ് അബൂ ആയിഷ. അബൂ ആയിഷ, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഖാല, അപ്പോ പിന്നെ അവരുടെ ആൾക്കാർ നിൽക്കുകയാണ്, വരികയാണ്. അപ്പൊ പരസ്പരം പറയാണ്. ഖാല, പിന്നെ ആര് പറയാണ്? മസ്റൂഖ് റഹിമഹുല്ലാഹ് പറയാണ്, ഹൽ സമീഅത അബ്ദുല്ലാഹ് യഖൂൽ അൽ ഐനാനി യസ്നിയാൻ വൽ യദാനി യസ്നിയാൻ والرجلان يزنيان والفرج يصدق ذلك أو يكذبه. മസ്റൂഖ് റഹിമഹുല്ലാഹ് ഒപ്പം ഉണ്ടായിരുന്ന ആളോട് പറയാണ്, നീ കേട്ടിട്ടുണ്ടോ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അൽ ഐനാനി യസ്നിയാൻ, രണ്ട് കണ്ണുകളും വ്യഭിചരിക്കുന്നതാണ്. വൽ യദാനി യസ്നിയാൻ, രണ്ട് കൈകളും വ്യഭിചരിക്കുന്നതാണ്. വൽ റിജ്ലാനി യസ്നിയാൻ, രണ്ട് കാലുകളും വ്യഭിചരിക്കുന്നതാണ്. വൽഫർജു യുസദ്ദിഖു ദാലിക ഔ യുകദ്ദിബുഹു, മുഖ്യസ്ഥാനം അതിനെ സത്യപ്പെടുത്തുകയോ അല്ലെങ്കിൽ കളവാക്കുകയോ ചെയ്യുന്നു എന്ന ഈ ഹദീസ് നീ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ ശുതൈർ പറഞ്ഞു, ഫഖാല നഅം, ഞാൻ കേട്ടിട്ടുണ്ട് പറഞ്ഞു. അബ്ദുല്ലാഹ് മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനും കേട്ടിട്ടുണ്ട് പറഞ്ഞു. ഖാല വഅന സമിഅതുഹു, പറഞ്ഞു ഞാൻ അത് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഖാല ഫഹൽ സമിഅത അബ്ദുല്ലാഹ് യഖൂൽ, നീ കേട്ടിട്ടുണ്ടോ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ما في القرآن آية أجمع لحلال وحرام وأمر ونهي من هذه الآية. ഖുർആനിൽ ഹലാലും ഹറാമും പറയുന്നതിൽ അല്ലെങ്കിൽ കൽപ്പനയും വിരോധനവും വരുന്നതിൽ ഇതിനേക്കാൾ ഉത്തമമായിട്ടുള്ള അല്ലെങ്കിൽ ഇതിനേക്കാൾ ഏകോപിച്ചതായിട്ടുള്ള ഒരായത്ത് ഉള്ളതായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് നീ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ട് ഈ ആയത്ത് പാരായണം ചെയ്തു. ഏതാണ് ആയത്ത്? സൂറത്തു നഹ്ലിലെ
സൂറത്തുൽ നഹ്ലിലെ ആയത്ത് പാരായണം ചെയ്തു. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വൽ ബഗ്യ എന്നുള്ള ആയത്ത് 90-ാമത്തെ ആയത്ത് പാരായണം ചെയ്തു. എന്തായാലും പറയുന്നത് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, അല്ലാഹു കൽപ്പിച്ചിട്ടുള്ളത് നീതി ഉണ്ടായിരിക്കണം, ഇഹ്സാൻ ചെയ്യണം, നന്മ ചെയ്യണം. വഇതാഇ ദിൽ ഖുർബാ, അടുത്ത കുടുംബക്കാർക്ക് നന്മ ചെയ്യണം, അഥവാ കുടുംബബന്ധം ചേർക്കണം. വയൻഹാ അനിൽ ഫഹ്ശാ, വിരോധിക്കുന്നു മ്ലേച്ഛതകൾ, വ്യഭിചാരം പോലെയുള്ള കാര്യങ്ങൾ. വൽ മുൻകർ, തെറ്റുകൾ. വൽ ബഗ്യ, അതിക്രമം. ഈ ആയത്താണ് എന്ന് ആര് പറഞ്ഞു? റസൂൽ റഹിമഹുല്ലാ ഈ ആയത്ത് ഏറ്റവും അജ്മഅ ആയിട്ടുള്ള ഹലാലും ഹറാമും പറയുന്ന, കൽപ്പനയും വിരോധനവും പറയുന്ന ആയത്തായിട്ട് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത് നീ കേട്ടിട്ടുണ്ടോ എന്ന് മസ്റൂഖ് ചോദിച്ചപ്പോൾ പറഞ്ഞു ഖാല നഅം വഅന ഖദ് സമിഅ്തുഹു. അബ്ശുതൈർ പറഞ്ഞു അതെ ഞാൻ കേട്ടിട്ടുണ്ട് പറഞ്ഞു. ഖാല വീണ്ടും ചോദിച്ചു ഫഹൽ സമിഅത അബ്ദുല്ലാഹ് യഖൂൽ, അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത് നീ കേട്ടിട്ടുണ്ടോ? മാ ഫിൽ ഖുർആനി ആയത്തുൻ അസ്റഅ ഫറജൻ മിൻ ഖൗലിഹി, ഒരു മനുഷ്യന് ഏറ്റവും പെട്ടെന്ന് തുറവി ലഭിക്കുന്ന ആയത്തായിക്കൊണ്ട് ഖുർആനിൽ ഈ ആയത്താണുള്ളത് എന്ന് നീ പറഞ്ഞു കേട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞ സൂറത്തു തലാഖിലെ 2-ാമത്തെ ആയത്ത് ഓതി വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, ആരാണോ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നത് അവന് വഴി അല്ലാഹു കാണിച്ചു കൊടുക്കും, തുറന്നു കൊടുക്കും എന്നുള്ള ആയത്ത് എന്ന് പറഞ്ഞു. അപ്പോഴും പറഞ്ഞു ഖാല നഅം ഖാല വഅന ഖദ് സമിഅ്തുഹു, അതെ ഞാൻ കേട്ടിട്ടുണ്ട് പറഞ്ഞു. വീണ്ടും ചോദിച്ചു മസ്റൂഖ് റഹിമഹുല്ലാഹ് ശുതൈറിനോട് ഖാല ഫഹൽ സമിഅത അബ്ദുല്ലാഹ് യഖൂൽ, നീ കേട്ടിട്ടുണ്ടോ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് മാ ഫിൽ ഖുർആനി ആയത്തുൻ അശദ്ദ തഫ്വീദൻ മിൻ ഖൗലിഹി, ഈ ആയത്തിനേക്കാൾ അല്ലാഹുവിലേക്ക് കഠിനമായി ശക്തമായി കാര്യം ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലാഹുവിലേക്ക് ആശ്രയിക്കാൻ, കാര്യങ്ങൾ ഏൽപ്പിക്കാൻ, മടങ്ങാൻ പറ്റുന്ന ഒരു ആയത്ത് ഇതാണ് എന്ന നിലയ്ക്ക് നീ കേട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് സൂറത്ത് സുമറിലെ 53-ാമത്തെ ആയത്ത് ഓതി യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, എന്റെ അടിമകളെ, സ്വന്തത്തിനോട് അക്രമം ചെയ്ത അടിമകളെ നിങ്ങൾ എന്ത് ചെയ്യരുത്, അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശപ്പെടരുത് എന്നുള്ള ആയത്ത്. ഖാല നഅം വഅന സമിഅ്തുഹു, അപ്പോൾ ശുതൈർ പറഞ്ഞു അതെ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ ഈ റിവായത്തുകളെല്ലാം അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു നിന്ന് മസ്റൂഖ് വഴി ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഹദീസുകളാണ്. അതൊക്കെ മസ്റൂഖും ശുതൈറും ആരെന്ന് കേട്ടിട്ടുണ്ട്? അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു കേട്ടിട്ടുണ്ട്. എന്താണ് ഈ ഹദീസ് കൊണ്ടുള്ള ഫായിദകൾ? ഒന്നാമത്തെ ഫായിദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൽമുള്ള ആളുകൾ അവരെ കണ്ടാൽ ഖൈറിനെ തേടി പോകണം എന്നുള്ളതാണ്. കാരണം ഇവരെ കണ്ടപ്പോൾ ആളുകൾ എന്ത് ചെയ്തു? അവരെ മറ്റുള്ള ഹൽക്കകൾ വിട്ടിട്ട് ഇവരുടെ അടുത്തേക്ക് വരിക. അതാണ് കാര്യങ്ങൾ സലഫുകളിലേക്ക് ഉയർത്തുന്നതിന്റെ അടയാളവും ഈ ഹദീസിന് ലഭിക്കാം. കാരണം എന്താണ്? താബിഈങ്ങളാണ്, സഹാബികളുടെ ശിഷ്യന്മാരാണ്, സഹാബികളെ കണ്ടവരാണ്, സഹാബികൾ തിരിഞ്ഞു നേടിയവരാണ്. അതുപോലെ ആയിരിക്കണം ദീനിന്റെ ഏത് വിഷയത്തിൽ നമ്മൾ മടങ്ങേണ്ടത്. ദീനിന്റെ ഒരു വിഷയം വന്നു, നമുക്കതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസ സംശയം വന്നു, നമ്മൾ എങ്ങനെ പോകേണ്ടത്? സഹാബികൾ എങ്ങനെ മനസ്സിലാക്കി, താബിഈങ്ങൾ എങ്ങനെ മനസ്സിലാക്കി എന്ന രീതിയിലേക്കാണ് മടങ്ങേണ്ടത്. അതുപോലെ തന്നെ ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ള ഓരോ ഭാഗത്തിലും ഓരോ കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്. നോക്കൂ, ആദ്യം പറഞ്ഞ കാര്യം അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കേട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ ഹദീസിൽ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. എന്താണ് ഹദീസ്? അൽ ഐനാനി യസ്നിയാൻ, രണ്ട് കണ്ണുകൾ വ്യഭിചരിക്കുന്നുണ്ട്. പല പണ്ഡിതന്മാരും ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളത് ഗൗരവമുള്ള ചില വാക്കുകളാണ്. എന്താണ് ആ വാക്കുകൾ പറഞ്ഞിട്ട് കാണാം. അൽ ഐനാനി അസ്ലു സിനൽ ഫർജ്, രണ്ട് കണ്ണുകളാണ്, അതിന്റെ വ്യഭിചാരമാണ്, മുഖ്യസ്ഥാനം കൊണ്ടുള്ള വ്യഭിചാരത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഫഇന്നഹുമാ ലഹു റാഇദാനി വഇലൈഹി ദാഇയാൻ, അതിലേക്ക് വ്യഭിചാരത്തിലേക്ക് ക്ഷണിക്കുന്ന, അതിലേക്കുള്ള തേട്ടത്തിലേക്ക് വഴി കാണിക്കുന്ന കാര്യങ്ങളാണ് ഈ രണ്ട് കണ്ണുകൾ. വഖദ് സുഇല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ നദ്റിൽ ഫജ്അതി ഫഅമറ സായില അൻ യസ്രിഫ ബസറഹു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു പെട്ടെന്നുള്ള നോട്ടം ഇങ്ങനെ കണ്ടാൽ നോക്കി നിൽക്കാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ വ്യക്തിയോട് പറഞ്ഞത്? നിന്റെ നോട്ടം നീ തിരിക്കണം എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അപ്പോ നോട്ടം, അന്യ സ്ത്രീകളിലേക്കുള്ള നോട്ടം, അവരുടെ സൗന്ദര്യം ആസ്വദിക്കുക, അവരുടെ നഗ്നതകൾ നോക്കുക എന്നുള്ളത് ധാരാളം ഹദീസുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഒരു നോട്ടത്തെ നീ മറ്റൊരു നോട്ടം കൊണ്ട് തുടരരുത്. കാരണം എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും, എന്തൊക്കെ മറച്ചു വെച്ചാലും, ഒരു പുരുഷന് ഒരു സ്ത്രീയെ കാണുമ്പോൾ, എല്ലാ പുരുഷന്മാർക്കും എല്ലാ സ്ത്രീകളെയും കാണുമ്പോൾ
ഉടനെ തന്നെ ഇങ്ങനെ തോന്നുമെന്നുള്ളതല്ല. ഒരു സ്ത്രീയെ കാണുമ്പോൾ ഒരു പുരുഷന് തോന്നുന്ന ചിന്തകൾ അതുണ്ട്. അത് ഓരോരുത്തരുടെയും തഖ്വയുടെ അളവനുസരിച്ചിട്ടും ഓരോരുത്തരുടെ അവസ്ഥ അനുസരിച്ചൊക്കെ വ്യത്യാസം ഉണ്ടാകും. പക്ഷെ അവിടെ അതിലേക്കുള്ള വഴി അവിടെ അടഞ്ഞിരിക്കണം. അതൊരു തിന്മയിലേക്ക് നയിക്കപ്പെടുന്നതിൽ സംശയമില്ല. അതുകൊണ്ടാണ് സ്ത്രീകളോട് എന്ത് പറഞ്ഞിട്ടുള്ളത്? അവരുടെ സൗന്ദര്യം മറച്ചുകൊണ്ട് ഹിജാബും നിഖാബും എല്ലാം ധരിക്കണമെന്ന് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പുരുഷന്മാരോട് എന്ത് പറഞ്ഞിട്ടുള്ളത്? അവർ അവരുടെ ദൃഷ്ടി താഴ്ത്തണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. അപ്പോ കണ്ണിന് വ്യഭിചാരമുണ്ട്, അത് നോട്ടമാണ്. അത് വ്യഭിചാരത്തിലേക്ക് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു കവി പാടിയത് കാണാം, കണ്ണുകൊണ്ട് കണ്ണുകളിലേക്കുള്ള നോട്ടം അഥവാ അന്യ സ്ത്രീകളെ നോക്കുന്നതാണ് ഖൽബ് ഫസാദാവാൻ, നശിക്കാനുള്ള മാർഗമായിട്ടുള്ളത് എന്നൊരു കവി പറഞ്ഞത് കാണാം. അതുപോലെ ഹദീസിൽ പറഞ്ഞു, കൈകൾ വ്യഭിചരിക്കും. എന്താണ്? സ്പർശനം കൊണ്ട് ഒരു അന്യ സ്ത്രീയെ സ്പർശിക്കുക എന്നുള്ളത് ഗൗരവമുള്ള കാര്യമാണ്. ഒരു ഹദീസിൽ പറഞ്ഞ പോലെ അതിൽ നല്ലത് എന്താണ്? തലയിൽ ആണി വെച്ചിട്ട് അങ്ങോട്ട് അടിക്കുന്നതാണ് ഒരു അന്യ സ്ത്രീയെ സ്പർശിക്കുന്നതിനേക്കാൾ ഉത്തമമെന്ന്. ഇന്ന് നമ്മുടെ നാടുകളിൽ അന്യ സ്ത്രീകളും പുരുഷന്മാരും ഷെയ്ഖാൻഡ് നൽകുന്നതാവട്ടെ, അതല്ലാതെ സ്പർശിക്കുന്നതാവട്ടെ, അതിനൊന്നും ഒരു തടസ്സവും ഇല്ലാത്ത അവസ്ഥയിൽ നഊദുബില്ല ഇന്ന് സാധാരണയായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കാലുകൾക്ക് വ്യഭിചാരമുണ്ട്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശം? ഒരു മ്ലേച്ഛമായിട്ടുള്ള വ്യഭിചാരം പോലെയുള്ള കാര്യങ്ങളിലേക്ക് നടക്കുക എന്നുള്ളത് കാലുകളുടെ വ്യഭിചാരമാണ്. എന്നിട്ട് പറഞ്ഞ ഹദീസിന്റെ ഭാഗം, ഗുഹ്യസ്ഥാനം ഒന്നെങ്കിൽ അതിനെ സത്യപ്പെടുത്തുന്നു അല്ലെങ്കിൽ കളവാക്കുന്നു. അതായത് ആ അമല് വ്യഭിചാരം ചെയ്യുന്നു അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുന്നു, അതിന്റെ ഹഖീഖത്തിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ളത്. അപ്പോ ഇത് ഗൗരവത്തിൽ വിശ്വാസം ഓർമ്മിപ്പിച്ചുള്ള കാര്യമാണ്. ഇത് മസ്റൂഖ് റഹിമഹുള്ള അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് അതിനെ കേട്ടിട്ടുണ്ട്. ശുതൈർ ആണെങ്കിൽ അതിനെ സത്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, ഖുർആനിൽ ഹലാലും ഹറാമും കൽപ്പനയും വിരോധനവും പറഞ്ഞതിൽ അജ്മ ആയിട്ടുള്ള ഏറ്റവും ആശയങ്ങൾ ഒരുമിച്ച് വന്നിട്ടുള്ള ആയത്ത് എന്നുള്ളത് സൂറത്ത് നഹ്ലിലെ 16-ാമത്തെ അധ്യായത്തിലെ 90-ാമത്തെ ആയത്താണ് എന്നുള്ളതാണ്. ഏതാനായിട്ട്? ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വ ഈതാഇ ദിൽ ഖുർബ എന്ന് തുടങ്ങുന്ന ആയത്ത് നമ്മുടെ ഈ ബാബുമായി ബന്ധപ്പെട്ട ഭാഗത്താണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുൽമിന് എതിരായിട്ടുള്ള എന്താണ്? അദിലാണ്. ദുൽമിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം അദിലാണ്. ദുൽമ് എന്ന് പറഞ്ഞാൽ വെക്കേണ്ട കാര്യം വെക്കേണ്ട പോലെ ചെയ്യാതിരിക്കുക, അദിൽ എന്ന് പറഞ്ഞാൽ നീതി കാണിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഖുർത്തുബി റഹിമഹുള്ള അദ്ദേഹം ഇബ്നുൽ അറബിയിൽ നിന്ന് ഉദ്ധരിക്കുന്നത് കാണാം, അൽ അദ്ലു, അദ്ലു 3 തരത്തിലുണ്ട്. ഒന്ന് അൽ അദ്ലു ബൈനൽ അബ്ദി വബൈന റബ്ബിഹി, തന്റെയും റബ്ബിന്റെയും ഇടയിലുള്ള അദ്ലു, അതായത് സ്വന്തം ഇച്ഛയെക്കാളും ഇഷ്ടത്തെക്കാളും ആഗ്രഹങ്ങളെക്കാളും എല്ലാം അള്ളാഹുവിന് സ്ഥാനം കൊടുക്കുക എന്നുള്ളത്. രണ്ടാമത്തേത് അൽ അദ്ലു ബൈനഹു വബൈന നഫ്സിഹി, തന്റെയും തന്റെ നഫ്സിന്റെയും ഇടയിലുള്ള അദ്ലു. ഫമൻഉഹ മിമ്മാ ഫീഹി ഹലാകുഹ, അതായത് അതിനെ നശിപ്പിക്കുന്ന കാര്യത്തെ തൊട്ട് അതിനെ തടയുക, സ്വന്തത്തിനെ പാപത്തിലേക്ക് വിടാതെ. മൂന്നാമത്തെ അദ്ലു ബൈനഹു വബൈനൽ ഖൽഖ് വബദ്ലുൻ നസീഹ, സ്വന്തത്തിനോട് അവന്റെയും അവന്റെ ചുറ്റുമുള്ള സൃഷ്ടികളോടുമുള്ള അദ്ല്, അതായത് അവരോട് നസീഹത്ത് ഉണ്ടാവുക, അവരോടുള്ള കടമകളൊക്കെ വീട്ടിൽ കൊടുക്കുന്ന അവസ്ഥയിൽ ഉണ്ടാവുക. ഈ ആയത്താണ് നമ്മുടെ ഈ ഫസ്ലുമായിട്ട് നമ്മൾ പറയുന്ന ഉലുമുമായി ബന്ധപ്പെട്ട് ബന്ധമുള്ള ആയത്ത്. അതുകൊണ്ടാണ് ഈ ഹദീസ് അല്ലെങ്കിൽ ഈ സംഭവം ഇമാം ബുഖാരി റഹിമഹുള്ള ഇതിൽ കൊടുക്കാനുള്ള കാരണം. മറ്റൊരു കാര്യം ഈ റിവായത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഖുർആനിൽ എത്രയും പെട്ടെന്ന് ഒരാൾക്ക് പുറമി നൽകുന്ന ആയത്ത് എന്നുള്ളത് സൂറത്തു തലാഖിലെ 2-ാമത്തെ ആയത്താണ്. എന്താണത്? നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ഞെരുക്കങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോൾ, പലതരത്തിലുള്ള ഞെരുക്കങ്ങൾ, ബുദ്ധിമുട്ടുകൾ എല്ലാ തരത്തിലും നോക്കിക്കോളും. ഇബാദത്തിന്റെ വിഷയത്തിൽ ഉണ്ടാവാം, ഇബാദത്ത് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ, പാപങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന സന്ദർഭത്തിൽ ഉണ്ടാകാം, സാമ്പത്തികമായിട്ടുണ്ടാകാം, കുടുംബ പ്രശ്നങ്ങളിൽ ഉണ്ടാകാം, സമൂഹത്തിൽ ഉണ്ടാകാം, അങ്ങനെ പലതരത്തിലുണ്ടാകാം. ഏത് സന്ദർഭത്തിലാവട്ടെ അതിൽ നിന്ന് തുറവി ലഭിക്കാനുള്ള മാർഗം എന്താണ്? അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത് തഖ്വയാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കൽ തുറവി ലഭിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതും അവൻ ഒരിക്കലും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവനുള്ള ആ തുറവി അവന് ലഭിക്കുന്നതാണ് എന്ന് കാണാം. അപ്പോ അതും പിന്നെ ശുതൈർ എന്ത് പറഞ്ഞു? ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു.
അടുത്തത് പറഞ്ഞത് ഈ സംഭവത്തിൽ എന്താണ്? ഖുർആനിൽ ഏറ്റവും അള്ളാഹുവിന്റെ മേലെ ആശ്രയിക്കാൻ പറ്റുന്ന, അള്ളാഹുവിന്റെ മേലെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന, അള്ളാഹുവിലേക്ക് ഉയർത്താൻ പറ്റുന്ന ആയത്ത് എന്നുള്ളത് സൂറത്ത് സുമറിലെ 53-ാമത്തെ ആയത്താണ്. എന്താണ്? ഏറ്റവും പാപം ചെയ്ത ആളുകൾ അള്ളാഹു വിളിക്കുകയാണ് യാ ഇബാദി എന്ന് വിളിച്ചുകൊണ്ടാ പറയുന്നത്. സ്വന്തത്തിനോട് ഇസ്രാഫ് ചെയ്തിട്ടുള്ള, ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ അൽ ഇഫ്രാത്ത് ഫി സർഫിൽ മാൽ ഫമസ്തഅമലു ഫീമാ ദുക്കിറ, അതിര് കവിയ, സമ്പത്തിന്റെ വിഷയത്തെ അതിര് കവിയ, അങ്ങനെയൊക്കെ ഉദ്ദേശം. മറ്റൊരു തഫ്സീർ കാണാം ഹുവ തജാവുസുൽ ഹദ്ദി ഫി കുല്ലി ഫിഅലിൻ യഫ്അലുഹു അൽ ഇൻസാൻ വഇൻ കാന ദാലിക ഫിൽ ഇൻഫാഖ് അശ്ഹുർ. ഒരു പരിധി വിട്ടുകൊണ്ട് എന്ത് ചെയ്യലും ഇസ്രാഫിന്റെ ഇനത്തിൽ പെടും. പ്രധാനമായിട്ടും സമ്പത്ത് ചെലവഴിക്കുന്ന വിഷയത്തിലാണ് പറയാറുള്ളത്. അപ്പൊ തെറ്റുകൾ ചെയ്ത ആളുകളോട് എന്താ പറഞ്ഞത്? ലാ തഖനതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാര്യത്തെ തൊട്ട് നിങ്ങൾ നിരാശപ്പെടുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവരുത്, ദുഃഖിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഇതാണ് ഏറ്റവും തഫ്വീൽ നൽകുന്ന ആയത്ത് എന്ന് കാണാം. അപ്പോ ഈ ഒരു സംഭവത്തിൽ, ഈ ഒരു അസറിൽ നമുക്ക് കാണാം സലഫു സാലിഹീങ്ങളുടെ ഖൗലുകൾക്ക്, അത് സഹാബികളുടെയും അതുപോലെ സഹാബികളിൽ പഠിച്ചിട്ടുള്ള താബീഈങ്ങളുടെയും അവരുടെ വാക്കുകൾ, അവരാണ് ഏറ്റവും വലിയ ഉലമാക്കൾ, ഫുഖഹാക്കൾ. അവരിലേക്ക് അവരെങ്ങനെയാണോ ദീനെ മനസ്സിലാക്കിയത് അങ്ങനെയാണ് നമ്മൾ അതിലേക്ക് മടങ്ങേണ്ടത്. ആ ആളുകൾ ആ മസ്ജിദിൽ ഇവരെ കണ്ടപ്പോൾ ആ മസ്ജിദെ ഹൽക്കകൾ വിട്ട് ഇവരുടെ അടുത്തേക്ക് വന്നതുപോലെ എന്തെങ്കിലും മസ്അല വിഷയങ്ങളെല്ലാം നമ്മൾ ഭിന്നിച്ചു പോവുകയാണെങ്കിൽ മടങ്ങേണ്ടത് സലഫുകളുടെ മാർഗത്തിലേക്കാണ്. അടുത്ത ഹദീസ് عن أبي ذر عن النبي صلى الله عليه وسلم عن الله تبارك وتعالى. അബൂ ദർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അബൂ ദർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്ന ഹദീസ്, അഥവാ അല്ലാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ആ ഹദീസ് അബൂ ദർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. അങ്ങനെയുള്ള ഹദീസ് എന്താ പറയാ? ഹദീസുൽ ഖുദ്സിയായ ഹദീസ്. ഈ ഹദീസ് മുഹദ്ദിസീങ്ങൾക്കിടയിൽ, ഹദീസ് പഠിക്കുന്ന ആളുകൾക്കിടയിൽ അറിയപ്പെടുന്നത് ഹദീസ് അബീ ദർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു ഹദീസാണ്. യാ ഇബാദി എന്നുള്ള ഈ ഹദീസിന്റെ വാക്ക് നമ്മൾ കേട്ട് പരിചയിച്ചിട്ടുള്ളതാണ്. അല്ലാഹു തആല പറയുകയാണ് യാ ഇബാദി, എന്റെ അടിമകളെ, ഇന്നി ഖദ് ഹറംതു ദുൽമ അലാ നഫ്സി, ഞാൻ എന്റെ സ്വന്തത്തിന് മേൽ ദുൽമിനെ ഹറാമാക്കിയിട്ടുണ്ട്. അഥവാ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാവില്ല, ദുൽമുണ്ടാവില്ല. ഇപ്പോ ചില ഹദീസുകളിൽ വന്നുള്ളതുപോലെ അല്ലാഹു തആല ഈ ആകാശഭൂമികത്തുള്ള എല്ലാവരെയും, ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും മലക്കുകളെയും എല്ലാവരെയും അല്ലാഹു ശിക്ഷിക്കാണെന്ന് വെക്കുക. അതെന്തല്ല? അല്ലാഹു ദാലിമായിക്കൊണ്ടല്ല, അത് അല്ലാഹുവിനുള്ള ദുൽമല്ല. ഇനി എല്ലാവർക്കും പുറത്തു വിടാന്ന് വിചാരിക്കുക, അത് അവരുടെ അമലിനേക്കാൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ മഹത്വമാണ്. ഒരിക്കലും ഒരു തരത്തിലും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുണ്ടാവില്ല, ദുൽമ ഉണ്ടാവുകയില്ല. വജഅൽതുഹു മുഹറമൻ ബൈനകും ഫലാ തളാലമു, അല്ലാഹു തആല പറയാണ്, എന്റെ മേലെ ഞാൻ ഹറാമാക്കിയതുപോലെ തന്നെ നിങ്ങളുടെ മേലെയും ഞാൻ ആ ദുൽമിനെ ഹറാമാക്കിയിരിക്കുന്നു. ഫലാ തളാലമു, നിങ്ങൾ പരസ്പരം എന്ത് ചെയ്യരുത്? ദുൽമ ചെയ്യുന്ന അവസ്ഥയിൽ ഉണ്ടാകാൻ പാടില്ല, നിങ്ങൾ ദുൽമ ചെയ്യാൻ പാടില്ല. ഇത് പറഞ്ഞു യാ ഇബാദി, എന്റെ അടിമകളെ, ഇന്നകും അല്ലദീന തുഖ്തിഊന ബില്ലൈലി വന്നഹാർ, നിങ്ങൾ എങ്ങനെയുള്ള ആളുകളാണ്? നിങ്ങൾ രാവും പകലും അബദ്ധങ്ങൾ സംഭവിക്കുന്ന, പാപങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. സുബ്ഹാനല്ലാഹ്, നോക്ക്, ഒരു സൃഷ്ടാവായ റബ്ബ് അടിമകളെ സൃഷ്ടിച്ച് ആ അടിമകളെ അറിയിക്കുന്ന പറയുന്ന വാക്കുകൾ നോക്കി. നമ്മൾ അല്ലാഹു തആല അഭിസംബോധന ചെയ്ത് പറയുന്ന വാക്ക് നോക്കി. നിങ്ങൾ രാവും പകലും നിങ്ങൾ പാപങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് എല്ലാ പാപങ്ങളും പുറത്തു നൽകുന്നതാണ്. വലാ ഉബാലി, എനിക്കൊരു വിഷയമില്ലാതെ നിങ്ങൾ എത്ര പാപം ചെയ്താലും എനിക്കത് പുറത്തു തരാന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമുള്ള കാര്യമല്ല. നിങ്ങൾ എന്നോട് ഇസ്തിഗ്ഫാർ തേടി ഞാൻ നിങ്ങൾക്ക് പുറത്തു നൽകുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് പുറത്തു തരും. നിങ്ങൾ എന്നോട് ഇസ്തിഗ്ഫാർ തേടി ഞാൻ പുറത്തു തരും. യാ ഇബാദി, വീണ്ടും അല്ലാഹു പറയാണ്, എന്റെ അടിമകളെ, കുല്ലുക്കും ജാഇഉൻ, നിങ്ങളെല്ലാം വിശക്കുന്നവരാണ്. ഇല്ലാ മൻ അത്അംതുഹു, ഞാൻ ഭക്ഷണം നൽകിയവൻ ഒഴികെ, ഞാൻ ഭക്ഷിപ്പിച്ചവൻ ഒഴികെ. ഫസ്തത്ഇമൂനി ഉത്ഇമുക്കും, എന്നോട് നിങ്ങൾ ഭക്ഷണം ചോദിക്കുക, ഞാൻ നിങ്ങളെ ഭക്ഷിപ്പിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കി, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ തോന്നുകയാണ് ഇതൊക്കെ എന്റെ കഴിവുകൊണ്ട് മാത്രമാണ് കിട്ടുന്നത്, ഇതൊക്കെ എന്റെ കഴിവാണ് എന്ന നിലക്കാണ് നമ്മൾ ചിന്തിക്കുന്നത് എങ്കിൽ അതിനേക്കാൾ വലിയ വിഡ്ഢിയില്ല. പിന്നെ ദുആ, ഭക്ഷണം കഴിച്ചാലോ ദുആയിൽ എന്താ? അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ്വത്തിൻ. ഭക്ഷണം കഴിച്ചാലോ ദുആ,
ഹംദ് പറയുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? എന്റെ ഒരു കഴിവും ശക്തിയും ഇല്ലാതെ എനിക്ക് റിസ്ക് നൽകിയ, ഭക്ഷിപ്പിച്ച അള്ളാഹുവിന് സ്തുതി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് വിശപ്പുണ്ടാകുന്നു, അള്ളാഹുവാണ് നമ്മെ ഭക്ഷിപ്പിക്കുന്നത്. അള്ളാഹു പറയാണ്, എന്നോട് നിങ്ങൾ ഭക്ഷണം തേടുക, ഞാൻ നിങ്ങൾക്ക് ഭക്ഷിപ്പിക്കുന്നതാണ്. യാ ഇബാദി, വീണ്ടും പറയും, എന്റെ അടിമകളെ, കുല്ലുക്കും ആരിൻ ഇല്ലാ മൻ കസൗതുഹു ഫസ്തക്സൂനി അക്സുക്കും. നിങ്ങൾ എല്ലാവരും നഗ്നരാണ്, ഞാൻ വസ്ത്രം ധരിപ്പിച്ചവരൊഴികെ. അറബി ഭാഷയിൽ അല്ലെങ്കിൽ ഭാഷാപരമായിട്ട് എന്റെ പ്രത്യേകം നോക്കി, നിങ്ങൾ എല്ലാവരും നഗ്നരാണ്, അതിൽ നിന്ന് പ്രത്യേകം പറയാണ്, ഞാൻ വസ്ത്രം നൽകിയവരൊഴികെ. ഫസ്ൽ എന്താണ്? അള്ളാഹു നൽകിയാലേ വസ്ത്രം ഉണ്ടാവുള്ളൂ. ഫസ്തക്സൂനി, എന്നോട് ചോദിക്കുക, ഞാൻ നിങ്ങളെ വസ്ത്രം ധരിപ്പിക്കുന്നതാണ് എന്ന് അള്ളാഹു തആല പറയാണ്. ഇതും വസ്ത്രം ധരിച്ചാലുള്ള പിന്നെ ദുആയിലുണ്ട്, അൽഹംദുലില്ലാഹി അൽദി കസാനി വറസഖനി എന്നാണ്, മിൻ ഗൈരി ഹൗലി മിനി വലാ ഖുവതി. എന്റെ കഴിവും ശക്തിയും ഇല്ലാതെ എന്റെ ഈ വസ്ത്രം എനിക്ക് റിസ്ക് നൽകിയ, എന്നെ ധരിപ്പിച്ച അള്ളാഹുവിന് സ്തുതി എന്നുള്ള ദുആയും വന്നിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും പറയാണ്, യാ ഇബാദി, എന്റെ അടിമകളെ, ലൗ അന്ന അവ്വലക്കും വആഖിറക്കും, നിങ്ങളിൽ ആദ്യക്കാരും അവസാനക്കാരും എല്ലാം, വൈൻസക്കും വജിന്നക്കും, നിങ്ങളുടെ ജിന്നുകളും മനുഷ്യന്മാരും എല്ലാം, കാനു അലാ അത്ഖാ ഖൽബി അബ്ദിൻ മിൻകും, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഏറ്റവും അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആള്. മനുഷ്യരെ മാത്രം വിചാരിക്കാം, മനുഷ്യന്റെ കൂട്ടത്തില് ഏറ്റവും അള്ളാഹിനെ സൂക്ഷിക്കുന്ന ആളെ വിചാരിക്കാം. അയാളുടെ പോലെ കൽബായിട്ട് നിങ്ങൾ എല്ലാവരും, എല്ലാ മനുഷ്യന്മാരും ജിന്നുകളൊക്കെ മാറി വിചാരിക്കുക. അള്ളാഹു പറയാണ്, ലം യസിദ് ദാലിക ഫീ മുൽകി ശൈഅ, എന്റെ ആധിപത്യത്തിൽ നിന്ന് ഒന്നും തന്നെ അത് കൂട്ടാൻ പോകുന്നില്ല. നമ്മൾ അള്ളാഹിനെ അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിനൊന്നും കൂടാൻ പോകുന്നില്ല. വലൗ കാനു അലാ അഫ്ജലി ഖൽബി റജുലിൻ, ഇനി നിങ്ങളിലുള്ള ഏറ്റവും തെമ്മാടിയായിട്ടുള്ള ഒരാളുടെ ഖൽബ് പോലെയാണ് നിങ്ങൾ എല്ലാവരും ആയിട്ടുള്ളത് എങ്കിൽ, ലം യൻഖുസ് ദാലിക മിൻ മുൽകി ശൈഅ, എന്റെ ആധിപത്യത്തിൽ നിന്ന് ഒന്നും തന്നെ അത് കുറക്കാനും പോകുന്നില്ല. വലൗ ഇജ്തമഉ ഫീ സഈദിൻ വാഹിദിൻ, നിങ്ങൾ എല്ലാവരും കൂടി ഒരു സ്ഥലത്ത്, ഒരു വിജനമായ തുറന്ന പ്രദേശത്ത് ഒരുമിച്ച് കൂടുകയാണ്. ഫസഅലൂനി, എന്നിട്ട് എല്ലാവരും ചോദിക്കുകയാണ്, എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഫഅതൈതു കുല്ല ഇൻസാനിൻ മിൻഹും മാ സഅല, ഓരോ വ്യക്തി ചോദിച്ചതിനും ഞാൻ നൽകാന്ന് വിചാരിക്കുക. എല്ലാവരും, എല്ലാ ജിന്നും മനുഷ്യരൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് അവരൊക്കെ അവരുടെ ആവശ്യങ്ങൾ അള്ളാഹിനോട് ചോദിക്കുകയാണ്. അള്ളാഹു പറയാണ്, ഓരോരുത്തർക്കും അവരുടെ ആവശ്യം ഞാൻ നിറവേറ്റി കൊടുത്ത് വിചാരിക്കുക. ലം യൻഖുസ് ദാലിക മിൻ മുൽക്കി, എന്റെ ആധിപത്യത്തിൽ ശൈഅ, എന്റെ ആധിപത്യത്തിൽ ഒന്നും തന്നെ കുറയുന്നില്ല. ഇല്ലാ കമാ യൻഖുസുൽ ബഹർ അൻ യുഗ്മസ ഫീഹി അൽ മിഖ്യതു ഗംസതൻ വാഹിദതൻ. ഒരു ഉദാഹരണം പറയാണ്, ഒരു ചെറിയൊരു സൂചി എടുത്തിട്ട് ഒരു കടലിൽ മുക്കിയിട്ട് പുറത്തേക്ക് എടുത്താല് ആ കടലിൽ നിന്ന് എത്രയാണോ ആ സൂചി കുറക്കുന്നത് അത്രേ കുറയുള്ളൂ, അതായത് ഒന്നും കുറയാൻ പോകുന്നില്ല. എന്നിട്ട് പറയാണ്, യാ ഇബാദി, എന്റെ അടിമകളെ, ഇന്നമാ ഹിയ അഅമാലുകും അജ്അലുഹാ അലൈക്കും, നിങ്ങൾക്ക് ഞാനിതാ നിങ്ങളുടെ കർമ്മങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ചില വയസ്സ് എന്ന് കാണാം, അതായത് എണ്ണി തിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഫമൻ വജദ ഖൈറൻ, ആരാണോ അത് ഖൈറായി കാണുന്നത്, നമ്മുടെ കർമ്മങ്ങൾ ഖൈറായിട്ടുണ്ടെങ്കിൽ ഫലിഹ്മദില്ലാഹ്, അള്ളാഹുവിനെ സ്തുതിച്ചു കൊള്ളട്ടെ. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ടാണ് ചെയ്യാൻ സാധിച്ചത്. വമൻ വജദ ഖൈറ ദാലിക്, അതല്ല പാപങ്ങളാണ് അവൻ കാണുന്നതെങ്കിൽ ഫലാ യലൂമ ഇല്ലാ നഫ്സഹു, അവൻ അവന്റെ സ്വന്തത്തെ അല്ലാതെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല, അവൻ അവന്റെ സ്വന്തത്തെ കുറ്റപ്പെടുത്തട്ടെ. എന്നിട്ട് ഈ ഹദീസ് ഉദ്ധരിക്കുന്ന റാവി അബൂ ഇദ്രീസ് അൽ ഖൗലാനി താബിഈയാണ്. കാന അബൂ ഇദ്രീസ് ഇദാ ഹദ്ദസ ബിഹാദിൽ ഹദീസ് ജസാ അലാ റുക്ബതൈഹി. ഈ ഹദീസ് ഉദ്ധരിക്കുമ്പോ അബൂ ഇദ്രീസ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ള ആശയത്തിന്റെ ഗാംഭീര്യം കാരണത്താൽ മുട്ടുകുത്തി നിന്ന് പോകുന്നു. മുട്ടുകുത്തിയിട്ട് അവിടെ വീണു പോകുന്ന, നിൽക്കുന്ന ആളൊരാൾ മുട്ടുകുത്തി നിന്ന് പോകുന്ന അവസ്ഥയിൽ വീണു പോകും എന്ന് ഈ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ പറയുന്നത് കാണാം. ഒന്ന് ആലോചിച്ച് നോക്കി, സുബ്ഹാനല്ലാഹ്. ഈ ഹദീസ് മാത്രം വിശദീകരിച്ചാല് എത്രയോ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്, എത്രയോ കാര്യങ്ങൾ ഇന്ന് അറിയാനുണ്ട്. ഓരോ നമ്മൾ ആലോചിച്ച് നോക്കണം. വെറും വിശദീകരിച്ച് കേൾക്കൽ മാത്രമല്ല, അതിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും, ഭക്ഷണം നൽകുന്നത്, വസ്ത്രം നൽകുന്നത്, ഇതിന്റെ ചില റിവായത്തിൽ ഹിദായത്തുമായി ബന്ധപ്പെട്ട കൂടിയുണ്ട്, ഈ റിവായത്തിൽ കൊടുത്തിട്ടില്ല. ചില റിവായത്തിൽ എന്ത് വന്നിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും പഴച്ചവരാണ്, കുല്ലുക്കും വാലുൻ ഇല്ലാ മൻ ഹദൈതുഹു, ഞാൻ ഹിദായത്ത് നൽകാത്തവരൊക്കെ വഴികേടിലാണ്. ഇസ്തഹ്ദൂനി അഹ്ദിക്കും, നിങ്ങൾ എന്നോട് ഹിദായത്ത് തേടുക, നിങ്ങൾക്ക് ഞാൻ ഹിദായത്ത് നൽകുന്നതാണ് എന്ന് ഈ ഹദീസിന്റെ വേറെയുള്ള റിവായത്തുകളിൽ വന്നിട്ടുണ്ട്, ഇതിൽ കൊടുത്തിട്ടില്ല. അപ്പോ
പിന്നെ അങ്ങനെ ഹിദായത്ത്, അതുപോലെ തന്നെ ഭക്ഷണം, വസ്ത്രം, ഇതെല്ലാം നമ്മൾ അള്ളാഹുലേക്ക് ആവശ്യക്കാരാണ്. ഇനി അള്ളാഹു നമ്മിലേക്കോ ഒരു തരത്തിൽ ആവശ്യമില്ല, ഒരു തരത്തിൽ ആവശ്യമില്ല. നിങ്ങൾ നന്നായാലും അള്ളാഹു ഒരുപോലെയാണ്, പഴച്ചു പോയാലും അള്ളാഹു ഒരുപോലെയാണ് എന്നുള്ള രീതിയിൽ അള്ളാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ ഈ ഹദീസ് ഈ ബാബിൽ കൊടുക്കാനുള്ള കാരണം അള്ളാഹു സ്വന്തത്തിൽ ഗുൽമിനെ ഹറാമാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഹദീസ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഈ ഹദീസിലെ ഓരോ വാക്കുകളും ഓരോ കാര്യങ്ങളും ഗൗരവത്തിൽ മനസ്സിലാക്കുക. അടുത്ത ബാബ്, ബാബു കഫാറത്തിൽ മരീദ്, രോഗിക്കുള്ള പ്രായശ്ചിത്തം. അതായത് ഒരു രോഗി, അയാൾക്ക് രോഗം ബാധിച്ചാൽ ആ രോഗം അയാൾക്കുള്ള പ്രായശ്ചിത്തമാണ്, പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ് എന്ന് അറിയിക്കുന്ന ഹദീസുകളാണ് ഈ ബാബിൽ പറയുന്നത്. عن ابي سعيد الخدري وابي هريره رضي الله عنهما عن النبي صلى الله عليه وسلم قال, രണ്ട് സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ, ഒരു മുസ്ലിമിനെ ബാധിക്കുന്നില്ല ക്ഷീണം, തളർച്ച, അങ്ങനെയുള്ള അവസ്ഥകൾ. വലാ ഹമ്മിൻ വലാ ഹസനിൻ, അവന് ഭാവിയെ കുറിച്ചിട്ടുള്ള പേടി, അതുപോലെ തന്നെ കഴിഞ്ഞ കാലത്തെ കുറിച്ചുള്ള ദുഃഖം, അങ്ങനെയുള്ള അവസ്ഥകൾ, എന്തെങ്കിലും ഒരു ടെൻഷൻ. വലാ അദൻ വലാ ഗമ്മൻ, അതുപോലെ തന്നെ അവൻ എന്തെങ്കിലും ഒരു ഉപദ്രവം ബാധിക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പോഴുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വ്യാകുലതകൾ ഉണ്ടാവുകയാണ്. അങ്ങനെ മനുഷ്യന് ഇഷ്ടപ്പെടാത്ത ശാരീരികമോ മാനസികമോ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഒരാൾക്ക് ബാധിക്കുന്നില്ല. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിൽ തറക്കുന്ന ഒരു മുള്ളു പോലും, ചെറിയ മുള്ളു പോലും ഇല്ല കഫറല്ലാഹു ബിഹാ മിൻ ഖതായാഹു, അതുകൊണ്ട് അവന്റെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കാതെ, അഥവാ ആ പാപത്തിന് പ്രായശ്ചിത്തമാകാതെ ഒന്നും അവന് ബാധിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും രോഗം എന്നുള്ളത് പ്രത്യേകിച്ച് ഒരാളും ഇഷ്ടപ്പെടാത്തൊരവസ്ഥയാണ്. നമ്മളിപ്പോ ആശുപത്രികളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളമാണ് രോഗത്തെ ആളുകൾ ഭയപ്പെടുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തത് എന്നുള്ളത്. കാരണം സ്വാഭാവികമാണ്, രോഗത്തിന് ചികിത്സിക്കുക, അത് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതൊക്കെ ഉണ്ട്. പക്ഷെ ഒരു രോഗി മനസ്സിലാക്കേണ്ട, ഒരു മുസ്ലിം, ഒരു മുഅ്മിനായ ഒരു രോഗി, അല്ലെങ്കിൽ ഒരു മുഅ്മിൻ രോഗിയാവുമ്പോൾ അവൻ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അവന്റെ രോഗം എന്നുള്ളത് അവന് പ്രായശ്ചിത്തമായിട്ട് ആകുന്ന കാര്യമാണ്. അവന്റെ രോഗം അവന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായിട്ടുള്ള കാര്യമാണ്. അവന്റെ പാപങ്ങൾ പുറത്തു കിട്ടാനും അതുപോലെ തന്നെ അവന്റെ കുറവുകൾ പരിഹരിച്ചു ലഭിക്കാനും ഒക്കെയുള്ള കാരണമായിട്ടാണ് രോഗങ്ങൾ മാറുക. അതുകൊണ്ടാണ് ഈ ഹദീസിൽ പറഞ്ഞത്, എന്ത് തരത്തിലുള്ള ക്ഷീണമോ വേദനയോ ബുദ്ധിമുട്ടോ എന്തോ ആവട്ടെ, അതെല്ലാം അവന് ബാധിക്കുന്നത് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പാപം പൊറുക്കാനുള്ള കാരണമായി അത് മാറും. അടുത്ത ഒരു ഹദീസിൽ കാണാം, ഇതേ ആശയത്തിൽ പറഞ്ഞിട്ടുള്ള ഹദീസ് അൻ സഈദ്. അപ്പൊ കഴിഞ്ഞ ഹദീസ് പറഞ്ഞത് ചെറിയ തരത്തിലുള്ള ഒരു മുള്ളു തറക്കുന്നത് പോലും ആ തരത്തിൽ ആകുന്നതാണ് എന്ന് പറഞ്ഞു. അടുത്ത ഹദീസ് കാണാം, അൻ സഈദിൽ ഖാല, സഹാബിയിൽ നിൽക്കുന്നതാണ്, കുൻതു മഅ സൽമാൻ വആദ മരിയവൻ ഫീ കിൻദതി, ഞാൻ സൽമാനിന്റെ ഒപ്പമായിരുന്നു. സൽമാൻ അദ്ദേഹത്തിന്റെ ഒപ്പമായിരുന്നു. അങ്ങനെ രോഗിയെ സന്ദർശിക്കാൻ പോയി. ഫലമ്മാ ദഖല അലൈഹി, അങ്ങനെ ആ രോഗിയെ സന്ദർശിക്കാൻ കയറിയപ്പോൾ ഖാല, സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബ്ശിർ, നിങ്ങൾക്ക് സന്തോഷ വാർത്തയുണ്ട്, നിങ്ങൾക്ക് സമാധാനമുണ്ട്, സന്തോഷ വാർത്തയുണ്ട് എന്ന നിലക്ക് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഫഇന്ന മറദൽ മുഅ്മിനി യജ്അലുഹു അല്ലാഹു ലഹു കഫാറതൻ മുസ്തഅതബൻ, ഒരു മുഅ്മിനിന്റെ രോഗം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കഫാറത്തായി നിശ്ചയിച്ചിട്ടുള്ള, അതുപോലെ തന്നെ അവന് നാളെ വിട്ടുവീഴ്ച തേടാൻ കാരണമാകുന്ന കാര്യമായി നിശ്ചയിച്ചിട്ടുള്ളതാണ്. വഇന്ന മറദൽ ഫാജിർ, എന്നാൽ ഒരു ഫാജിറായ ആളുടെ രോഗം എന്ന് പറഞ്ഞാൽ കൽ ബഈർ അഖലഹു അഹ്ലുഹു, ഒരു ബഈറിനെ പോലെയാണ്. ബഈർ ഒട്ടകം. അഖലഹു അഹ്ലുഹു, അഖലൽ ബഈറ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഒട്ടകത്തെ അതിന്റെ മുന്നിലുള്ള കാലുകൾ എപ്പോഴും മുട്ടുകുത്തിയ നിലയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ആ കാലിന്റെ അറ്റം അതിന്റെ മേലെയുള്ള ഭാഗം ഉണ്ടല്ലോ മടക്കിയിട്ട് കെട്ടിവെക്കുന്നതിനാണ് എന്താ പറയാ, അഖല എന്ന് പറയാ. അങ്ങനെ ആക്കി വെച്ചു, ഒരു ഒട്ടകത്തിനെ അങ്ങനെ കെട്ടിവെച്ചു. തുമ അർസലൂഹു, പിന്നെ ആ കെട്ട് അഴിച്ചു വെച്ചു. പല യദ്രി ലിമ ഉഖില വലിമ ഉർസില, ആ ഒട്ടകത്തിന് എന്തറിയില്ല, എന്തിനാ എന്നെ കെട്ടിയതെന്നും അറിയില്ല, എന്തിനാ എന്നെ അഴിച്ചു വിട്ടതെന്നും അറിയില്ല. അതുപോലെയാണ് ഫാജിറിന്റെ രോഗം എന്നീ സഹാബി പറഞ്ഞു കൊടുക്കുക. എന്റെ ആശയം വ്യക്തമാണ്. അതായത്
മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ രോഗം എന്താണ്? അവന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായിരിക്കും. അതുപോലെ ഇസ്തിഅ്താബായിരിക്കും. ഇസ്തിഅ്താബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനോട് ഒരു വിട്ടുവീഴ്ച ചോദിക്കാനുള്ള കാരണമായിരിക്കും എന്ത്? അവന്റെ രോഗം. എനിക്ക് രോഗം ബാധിച്ച് എന്നേൽക്കുള്ള അവനെ ലഭിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. എന്നാൽ ഫാജിനെ സംബന്ധിച്ചിടത്തോളം രോഗം വന്നത് എന്തിനാന്ന് അവനറിയില്ല, രോഗം മാറിയത് എന്തിനാന്നും അറിയില്ല, അവനെന്താ ചെയ്യേണ്ടതെന്നും അറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും. ഇതിന്റെ അർത്ഥത്തിൽ ഒരുപാട് ഹദീസുകളുണ്ട്. ഒരു ഹദീസ് കാണാം, യവദ്ദു അഹ്ലുൽ ആഫിയ യൗമൽ ഖിയാമ ഹീന യുഅത അഹ്ലുൽ ബലാഇ സവാബ്. നാളെ ദുനിയാവിലെ ആഫിയത്ത് ഉണ്ടായിരുന്ന ആളുകൾ, എല്ലാവിധ രക്ഷയും ഉണ്ടായിരുന്ന ആളുകൾ പലതരത്തിലുള്ള ബലാ ബാധിച്ച ആളുകളെ കാണുമ്പോൾ, പരലോകത്ത് കാണുമ്പോൾ അവർ കൊതിച്ചു പോകും. ലൗ അന്ന ജുലൂദഹും കാനത് ഖുരിറത് ഫി ദുനിയാ ബിൽ മഖാരീബ്. ഞങ്ങളുടെ തൊലികളൊക്കെ കത്തിരിയെ കൊണ്ട് ദുനിയാവിൽ വെച്ച് മുറിക്കപ്പെട്ടിരുന്നെങ്കിൽ. കാരണം അവർക്ക് പ്രതിഫലം കാണുമ്പോൾ തോന്നിപ്പോകുന്നതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഇന്നൽ അബ്ദ ഇദാ സബഖത് ലഹു മിനല്ലാഹി മൻസിലത്തുൻ ലം യബ്ലുഗ്ഹാ ബിഅമലിഹി. ഒരു അടിമ അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനത്ത് എത്തിച്ചേർന്നുണ്ടാവും. അവൻ ചെയ്ത കർമ്മം കൊണ്ടൊന്നുമല്ല. കുറേ നിസ്കരിക്കുക, മുമ്പിൽ ഒന്നുണ്ടാവില്ല. എന്താ കാരണം? ഇബ്തലാഹു ഫീ ജസദിഹി. അവന്റെ ശരീരത്തിൽ അള്ളാഹു പരീക്ഷിച്ചിട്ടുണ്ടാവും. ഔ ഫീ മാലിഹി. അവന്റെ സമ്പത്തിൽ. ഔ ഫീ വലദിഹി. അവന്റെ സന്താനങ്ങളിൽ. ثم صبره على ذلك. അവൻ അതിന്റെ മേലെയൊക്കെ ക്ഷമ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. حتى يبلغه المنزلة التي سبقت له من الله تعالى. അവന്റെ സ്വന്തത്തെ ക്ഷമിക്കാൻ അല്ലാഹു തആല അവന് ക്ഷമിക്കാനുള്ള തൗഫീഖ് നൽകിയിട്ടുണ്ടാവും. അങ്ങനെ അവൻ ഏതവസ്ഥയിലെത്തും? അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിക്കും അല്ലാഹുവിന്റെ അടുക്കലുള്ള ഉന്നതമായ സ്ഥാനത്ത്. അല്ലാഹു പരീക്ഷിക്കുകയും ചെയ്യും, ക്ഷമിക്കാനുള്ള തൗഫീഖ്. അവനെ ക്ഷമയോടുകൂടി നിർത്തുന്ന ആരാണ്? അല്ലാഹു ആണ്. അങ്ങനെ അല്ലാഹുവിന്റെ സ്ഥാനത്തിലേക്ക്, ഉയർന്ന സ്ഥാനത്തേക്ക് അല്ലാഹു എത്തിക്കും എന്നുള്ളത്. അപ്പോ ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം മുഅ്മിനാണെങ്കിൽ അവന് പ്രതീക്ഷിക്കാനുള്ള ഒരുപാട് വക അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അറിയിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ബാബിൽ ഇനിയും ചില ഹദീസുകളുണ്ട്. ബാക്കിയുള്ള ഹദീസുകൾ അടുത്ത തഫ്സീർ നമുക്ക് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.